ഹലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെയാണ് നമ്മൾ ലിറ്ററേച്ചറിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ഏതൊക്കെയാണ്, കാറ്റഗറികൾ ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ പ്രോസ് ആൻഡ് പോയട്രി, റിട്ടൺ ഫോമിലുള്ള പോയട്രി ആൻഡ് പ്രോസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ അപ്പോൾ ജേണൽസ് ഓഫ് ലിറ്ററേച്ചറിൻ്റെ വിഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. മെയിനായിട്ട് പ്രോസും പോയട്രിയാണ്. ഈ പ്രോസിൻ്റെയും പോയട്രിൻ്റെയും കീഴിൽ അതിൻ്റെ സബ് കാറ്റഗറികളും വരുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്താണ് പ്രോസ് എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഗദ്യം എന്ന ഗദ്യരൂപത്തിനാണ് നമ്മൾ സിമ്പിളി മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഗദ്യരൂപത്തിൽ എഴുതുന്നതിനാണ് നമ്മൾ പ്രോസ് എന്ന് പറയുന്നത്. എസ്സേ രൂപത്തിൽ പോയറ്റിക് അല്ലാത്ത ലാംഗ്വേജിൽ എഴുതുന്നതിനാണ് പ്രോസ് എന്ന് പറയുക. പോയം എന്ന് പറയുമ്പോൾ ഒരു പോയറ്റിക് ലാംഗ്വേജ് ആയിട്ട് നമ്മൾ എഴുതുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് നമ്മളുടെ വ്യത്യാസം എന്തായിരിക്കും? ഈ പ്രോസിൽ എഴുതുമ്പോൾ അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ ഗ്രാമാറ്റിക്കൽ ഫോംസും അതിൻ്റെ മോഡ് ഓഫ് അറ്ററൻസ്, അതിൻ്റെ ഉച്ചാരണമൊക്കെ എങ്ങനെയായിരിക്കും? ഫ്രീ ഫ്രം എനി റിതമിക് സ്ട്രക്ചർ, ഒരു റിതമിക് ആയിട്ടുള്ള നമ്മളൊരു ഈണം ഉള്ള അല്ലെങ്കിൽ സ്റ്റൈലായിട്ടുള്ള ഒരു രൂപത്തിലായിരിക്കില്ല നമ്മൾ പ്രോസ് ഉണ്ടായിരിക്കുക എന്നർത്ഥം. നമ്മൾ ഒരു കവിതയും അതുപോലെ തന്നെ ഒരു എസ്സേയും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എസ്സേയിൽ കൃത്യമായിട്ട് ഗ്രാമാറ്റിക്കൽ ഫോമും അതുപോലെ തന്നെ അതിൻ്റെ പിന്നെ ഉച്ചാരണ രീതിയൊക്കെ നമ്മൾ ഒരു സാധാ സിമ്പിളായിട്ട് ഉള്ള രൂപത്തിലായിരിക്കും. പക്ഷേ നമ്മൾ പോയത്തിലോ അതിൻ്റെ ഗ്രാമാറ്റിക്കൽ ഫോംസൊക്കെ അത് മാറിയിട്ടുണ്ടാകും. അതിൻ്റെ പിന്നെ ഉച്ചാരണം അല്ലെങ്കിൽ അത് നമ്മൾ പിന്നെ പാടുന്നതൊക്കെ നമ്മൾ സാധാ സംസാരം പോലെ ആയിരിക്കില്ല, അത് ഈണാത്മകമായിട്ടായിരിക്കും നമ്മൾ പറയുക. അപ്പോൾ നമുക്ക് ഒരു ഫോർ എക്സാമ്പിൾ ഇതൊരു പോയാണ്, ഡഫോഡിൽസ് എന്നുള്ളൊരു പോയാണ്. അപ്പോൾ ഇത് നോക്കൂ, 10,000 saw I at a glance tossing their heads in sprightly dance. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു റൈമിങ് വേർഡ്സൊക്കെ വെച്ചിട്ട് അത് നമ്മൾ യഥാർത്ഥ രൂപത്തിലുള്ള ഒരു ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറൊന്നും അതിൽ ഉണ്ടാവില്ല. കാരണം ഗ്രാമർ ഉണ്ടാകും, പക്ഷേ ആ ഗ്രാമാറ്റിക്കൽ ഓർഡറൊക്കെ വ്യത്യസ്തമായിട്ടായിരിക്കും ഉണ്ടാകുക. നമുക്ക് 10,000 saw I at a glance എന്നുള്ളതാണ്. ഞാൻ കുറേ 10,000 മീൻസ് കുറേ പിന്നെ ഡാഫോഡിൽസിനെ കണ്ടു പെട്ടെന്ന് എന്നാണ് അറ്റ് എ ഗ്ലാൻസ്, ഒറ്റ നോട്ടത്തിൽ എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ശരിക്കും സിമ്പിളി അതിൻ്റെ ഗ്രാമാറ്റിക്കൽ ഓർഡർ എങ്ങനെയാണ് വേണ്ടത്? I saw 10,000 അറ്റ് എ ഗ്ലാൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അതിൻ്റെ ഗ്രാമാറ്റിക്കൽ ഓർഡറൊക്കെ ഇത് മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല അതിലെ മീറ്ററൊക്കെ ഉൾക്കൊള്ളിച്ച് അത് നമ്മളൊരു പോയറ്റിക് ലാംഗ്വേജിലാണ് അത് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ സിമ്പിളി പറയുമ്പോൾ I saw many daffodils all at once, they were happily dancing and tossing their heads around എന്നാണ് അതിൻ്റെ സാധാ ഗ്രാമറിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. പക്ഷേ പോയറ്റിക് ആകുമ്പോൾ അതിൻ്റെ ഗ്രാമറൊക്കെ മാറ്റി അത് കുറച്ചുകൂടി റിതമിക് ലാംഗ്വേജിലേക്ക് മാറുന്നു. അതാണ് ഈ പോയത്തിൻ്റെ പ്രത്യേകത. പക്ഷേ പ്രോസിൽ അങ്ങനെ ആയിരിക്കില്ല. പ്രോസിൽ ആ സ്ട്രക്ചറൊക്കെ മാറിയിട്ട് സാധാ നമ്മളൊരു എങ്ങനെയാണ് ഒരു എസ്സേ എഴുതുന്നത് അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ എങ്ങനെയാണ് വരുന്നത് അതുപോലെ ആയിരിക്കും. ഇത് നമ്മളൊരു മലയാളത്തിലുള്ള ഒരു സോങ്ങാണ്. പക്ഷേ ഇത് കണ്ടോ, ഇത് നമ്മൾ വായിച്ചാൽ അതിൻ്റെ ആ ഭംഗി ഉണ്ടാവില്ല. കാരണം ഇതൊരു സോങ്ങാണ്, പോയറ്റിക് ലാംഗ്വേജിൽ എഴുതിയതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഷയും ശൈലിയും അതിൻ്റെ സ്ട്രക്ചറൊക്കെ എങ്ങനെയായിരിക്കും? ഒരു പോയറ്റിക് ലാംഗ്വേജ് ആയിരിക്കും പോയത്തിന്. പക്ഷേ പ്രോസിന് അങ്ങനെയല്ല. പ്രോസ് വളരെ സിമ്പിളായിട്ട് ഗ്രാമാറ്റിക്കൽ ഓർഡറൊക്കെ നോക്കി റിതമിക് ലാംഗ്വേജിൽ നിന്നൊക്കെ ഫ്രീ ആയിട്ട് അതിൻ്റെ മോഡ് ഓഫ് അട്ടറൻസ്, അതിൻ്റെ ഉച്ചാരണവും ശൈലിയൊക്കെ തികച്ചും വ്യത്യസ്തമായിരിക്കും. ദെൻ പ്രോസ് എന്ന് പറഞ്ഞാൽ ഗ്രാമാറ്റിക്കൽ ഫോംസ് ആൻഡ് മോഡ് ഓഫ് അട്ടറൻസ് എന്തായിരിക്കും? വളരെ സിമ്പിളായിട്ടായിരിക്കും. അതിൽ റിതമിക് സ്ട്രക്ചർ ഉണ്ടായിരിക്കില്ല എന്നർത്ഥം. റിതമിക് സ്ട്രക്ചറിൽ നിന്നൊക്കെ മാറിയിട്ട് ഗ്രാമാറ്റിക്കൽ ഫോംസൊക്കെ യൂസ് ചെയ്തിട്ടുള്ള പിന്നെ ഡയറക്റ്റ് പിന്നെ എവിടെയാണ് സബ്ജക്റ്റ് വരുന്നതും ഒബ്ജക്റ്റ് വരുന്നതും വെർബ് വരുന്നതൊക്കെ കൃത്യമായിട്ട് ഓർഡറിലായിരിക്കും എവിടെ ഉണ്ടാകുക? പ്രോസിലുണ്ടാകുക എന്നർത്ഥം. സിമ്പിളി പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ വായിക്കുന്ന ടെക്സ്റ്റ്, നിങ്ങൾ പഠിക്കുന്ന ടെക്സ്റ്റ്, അതൊക്കെ പ്രോസിലാണ് എഴുതിയിട്ടുള്ളത്. അത് എന്താണ്, ഒരു കവിത പോലെയല്ലല്ലോ എഴുതിയിട്ടുള്ളത് അർത്ഥം. ഓക്കെ, ദെൻ ഇത് വളരെ സിമ്പിളായിട്ട് എഴുതാം എന്നുള്ളതാണ്. സിംപ്ലിസിറ്റി ഓഫ് ഇറ്റ്സ് സ്ട്രക്ചർ, ഇതിൻ്റെ സിംപ്ലിസിറ്റി ആയതുകൊണ്ട് തന്നെ ആളുകളൊക്കെ എപ്പോഴും എന്താണ് നമ്മുടെ ഡയലോഗുകളിലും നമുക്ക് എഴുതാനൊക്കെ നമ്മൾ ഉപയോഗിക്കുക എന്താണ്? ഈ പ്രോസാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ, ഇപ്പോൾ ഞാനിപ്പോൾ ക്ലാസ് എടുക്കുമ്പോഴും ഞാൻ നിങ്ങൾക്ക്
മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ സംസാരിക്കുന്നത് പ്രോസ് രൂപത്തിലാണ്. കാരണം സിംപ്ലിസിറ്റി തന്നെ, അതിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നാച്ചുറലായിട്ട് സംസാരിക്കുന്ന ഒരു രൂപമായിരിക്കും എന്തിലുണ്ടാവുക, പ്രോസിലുണ്ടാവുക എന്നർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ പിന്നെ ഡയലോഗുകൾ, സ്പോക്കൺ ഡയലോഗുകളിലും അതുപോലെ സയൻറ്റിഫിക് ഡിസ്കോഴ്സുകളിലും, സയൻറ്റിഫിക് ഡിസ്കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സയൻസ് പരമായി ബന്ധപ്പെട്ട ചർച്ചകളിലും അതുപോലെ തന്നെ നമ്മളെ ഫിക്ഷണൽ വർക്കുകൾ, നമ്മൾ നോവൽ പോലെയുള്ള വർക്കുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, പ്രോസ് ആണ് എന്നർത്ഥം. അഥവാ സിമ്പിൾ ഗദ്യങ്ങളാണ് നമ്മൾ എല്ലായിടത്തും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ന്യൂസ് പേപ്പർ, ജേർണൽസ്, മൂവീസ്, റൈറ്റിങ്സ്, ഇതിൻ്റെ ഹിസ്റ്ററി, ഫിലോസഫി, സയൻസ്, ലോ, ഇതിൻ്റെയൊക്കെ ഭാഷ എന്നുള്ളത് പ്രോസിലാണ്. ഇപ്പം നമ്മൾ പഠിക്കുന്നത്, നിങ്ങൾ ഓൾറെഡി ഹിസ്റ്ററികൾ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഹിസ്റ്ററി അല്ലെങ്കിൽ ഫിലോസഫി അല്ലെങ്കിൽ സയൻസിൻ്റെ ബുക്കുകൾ അല്ലെങ്കിൽ നിങ്ങൾ അക്കാദമിക് ബുക്കുകളൊക്കെ നമ്മൾ പഠിക്കുന്നത് എന്ത് ഭാഷ, എന്ത് രൂപത്തിലാണ്, പ്രോസ് സ്റ്റൈലിലാണ് എന്നർത്ഥം. അപ്പോൾ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റൈലാണ് പ്രോസ് എന്നുള്ളത്. ദെൻ ഇനി നമ്മൾ ഈ പ്രോസിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങൾ, വ്യത്യസ്ത സബ് കാറ്റഗറികളൊക്കെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ദെൻ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയാനുള്ളത് ഈ പ്രോസിൽപ്പെട്ട വിഭാഗം തന്നെ ഫിക്ഷൻ എന്നുള്ളത്. ഫിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് പറയാം, നമ്മൾ ഇമാജിനേഷൻ ചെയ്ത് എഴുതുന്നതിനാണ് നമ്മൾ ഫിക്ഷൻ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ നോവൽ ഒക്കെ ഇതിൽ പെടുന്നതാണ്, ഫിക്ഷനിൽ പെടുന്നതാണ്. ദെൻ എന്താണ് ഈ പ്രോസിൽ പെട്ട ഒരു വിഭാഗമാണ് ഫിക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് പ്രോസ് ദാറ്റ് ഡീൽസ് കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി വിത്ത് ഇൻഫർമേഷൻ ഓൺ ഇൻസിഡൻസ് ദാറ്റ് ആർ നോട്ട് റിയൽ ബട്ട് റാദർ ഇമേജിനറി ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന കഥകൾക്ക് അല്ലെങ്കിൽ ഇൻഫർമേഷന്, ഇൻസിഡൻസിനൊക്കെയാണ് നമ്മളെന്ത് പറയുന്നത്, ഫിക്ഷൻ എന്ന് പറയുന്നത്. സിംപ്ലി ഏറ്റവും നല്ലത് നമുക്ക് ആലോചിക്കാൻ ഏറ്റവും നല്ലത് എന്താണ്, നോവലുകളാണ്. നോവലുകൾ അതിലുള്ള കാര്യങ്ങൾ, ഇൻഫർമേഷനും ഇൻസിഡൻസും ഒക്കെ നമ്മളെന്താ റിയൽ ആയിരിക്കില്ല. നമ്മളതിലെ ക്യാരക്ടറും സെറ്റിങ്സും എല്ലാം ഇതിലെ സംഭവങ്ങളൊക്കെ നമുക്ക് ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരിക്കും എന്നർത്ഥം. ദെൻ even though it is an important genre of literature, it can also denote the theatrical and cinematic works. അത് നമ്മൾ ലിറ്ററേച്ചർ സാഹിത്യപരമായിട്ടാണെങ്കിൽ അത് ഉണ്ടെങ്കിൽ പോലും നമ്മളെ തിയേറ്ററിക്കൽ ആൻഡ് സിനിമാറ്റിക് വർക്ക്സിനൊക്കെ നമുക്ക് ഫിക്ഷൻ ഉപയോഗിക്കാം. നമ്മൾ പല സിനിമകളൊക്കെ ഉണ്ടല്ലോ, ഫിക്ഷണലായിട്ടുള്ളതായിരിക്കും. അതിൻ്റെ കഥകളും കാര്യങ്ങളൊക്കെ അവർ ഇമാജിനേറ്റ് ചെയ്ത് നല്ലൊരു കഥ ഉണ്ടാക്കി അതിൻ്റെ ക്യാരക്ടേഴ്സിനൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തിയേറ്ററിക്കലായിട്ടുള്ള നമ്മുടെ ഡ്രാമയിലൊക്കെ വരുന്നത് എന്ത് തന്നെയാണ്, നാടകങ്ങളിലും അതുപോലെ തന്നെ സിനിമാറ്റിക് വർക്ക്സിലൊക്കെ നമുക്ക് എന്ത് പറയാം, ഫിക്ഷൻ എന്ന് വേണമെങ്കിൽ നമ്മളതിനെ പറയാം. ദെൻ അപ്പോൾ ഈ ഫിക്ഷനും അതുപോലെ തന്നെ നോൺ ഫിക്ഷനും എങ്ങനെയാണ് വ്യത്യാസം ഉള്ളത്? അതിൻ്റെ പല വ്യത്യാസങ്ങളുണ്ട്. മെയിൻ ഡിഫറൻസ് ഈസ് ദാറ്റ് വൈൽ ഫിക്ഷൻ ഈസ് പ്രൈമർലി ഇമാജിനേറ്റീവ് ആണ്. ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫിക്ഷൻ എന്നുള്ളത് അത് ഇമാജിനേഷനാണ്. പക്ഷേ നോൺ ഫിക്ഷൻ ഡീൽസ് കംപ്ലീറ്റ്ലി വിത്ത് ദി ഫാക്ട്സ്. അത് ഫാക്റ്റുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് നമ്മളെ ഒരു ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഒരു മാഗസിൻ നോക്കൂ, ഒരു മാഗസിനിൽ എന്താണ് അതിൽ പറയുന്നത് നോൺ ഫിക്ഷനാണ്. നോൺ ഫിക്ഷൻ അതിലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മളിപ്പോൾ പഠിക്കുന്ന ബുക്കിലൊക്കെ മാഗസിനുകൾ വരുന്ന കാര്യങ്ങളൊക്കെ അത് നമ്മൾ ഫാക്റ്റുകളും കുറേ അറിവുകളായിരിക്കും. ഓക്കെ, അതിപ്പോൾ ഒരു ആരോഗ്യ മാസികയാവട്ടെ അല്ലെങ്കിൽ നമ്മൾ തൊഴിലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വാഹനവുമായി ബന്ധപ്പെട്ട, വീടുമായി ബന്ധപ്പെട്ട ഏത് മാഗസിനുകളാണെങ്കിലും അതിലൊക്കെ ഫാക്റ്റുകളാണ് പറയുന്നത്. പക്ഷേ ഒരു നോൺ ഫിക്ഷൻ, നമ്മളിപ്പോൾ ഒരു നോവൽ വായിക്കുന്ന നോവലാവട്ടെ അല്ലെങ്കിൽ നമ്മൾ മനോരമ പോലെയുള്ള ആഴ്ചപ്പതിപ്പുകളൊക്കെ ഉണ്ടാകുമല്ലോ, അപ്പോൾ അതിലൊക്കെ ഉള്ള കഥകൾ അതൊക്കെ എന്താണ് ഇമാജിനേഷൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ സീരിയലുകൾ ഒക്കെ നമ്മളെന്താണ് ഇമാജിനേഷൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പ്രൈമറിലി എന്ന് പറയുമ്പോൾ നമ്മൾ ഫിക്ഷൻ എന്ന് പറയുമ്പോൾ അത് ഇമാജിനേഷനാണ്. അതുപോലെ നോൺ ഫിക്ഷൻ എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ്ലി ഫാക്റ്റുകളാണ് എന്നർത്ഥം. ദെൻ ഓക്കെ, അപ്പോൾ കാരണം ഈ ഫാക്റ്റുകളിൽ റിയൽ ഫാക്റ്റുകൾ, റിയൽ സംഭവങ്ങളായിരിക്കും, ദാറ്റ് ഹാവ് റിയലി ഹാപ്പൻഡ്, സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഡിസ്ക്രിപ്ഷൻ ഓഫ് റിയൽ പ്ലേസസ്, നമ്മളിപ്പോൾ യാത്രയൊക്കെ നടത്താറുണ്ടല്ലോ, അപ്പോൾ ഈ യാത്രാ വിവരണങ്ങളൊക്കെ ശരിയായിട്ടുള്ള പിന്നെ സ്ഥലങ്ങളെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷനും വിവരണങ്ങളൊക്കെ ആയിരിക്കും, അവരുടെ നിരീക്ഷണങ്ങളായിരിക്കും. പക്ഷേ ഫിക്ഷൻ ഈസ് യൂഷ്വലി റെഡ് ഫോർ പ്ലഷർ. പക്ഷേ ഫിക്ഷൻ ഇത് നമ്മൾ നോൺ ഫിക്ഷൻ നമ്മൾ വായിക്കുന്നത് നമുക്ക് എന്തിനാണ്, ഫാക്റ്റുകൾ കിട്ടാനും അറിവുകൾക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ ഫിക്ഷൻ നമ്മൾ എന്താണ് പ്ലഷറിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരു നോവൽ വായിക്കുന്നത് ഒരിക്കലും എന്തിനു വേണ്ടിയിട്ടല്ല, അതിൽ കുറേ അറിവുകൾ കിട്ടാനല്ല, നമുക്കൊരു ആനന്ദവും നമ്മൾ ലിറ്ററേച്ചർ സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടൊക്കെയാണ് നമ്മൾ ഫിക്ഷൻ വായിക്കുന്നത്. അപ്പോൾ ഒരു എന്താണ് ഫിക്ഷൻ എന്നും നോൺ ഫിക്ഷൻ എന്നും നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. അതിൻ്റെ മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നോൺ ഫിക്ഷൻ എന്തിനുള്ളതാണ്, ഫാക്റ്റുകൾക്കുള്ള
എന്നുള്ളതാണ്. ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇമാജിനേഷനാണ്. നമ്മളത് വായിക്കുന്നത് എന്തിനാണ്? പ്ലഷറിനുള്ളതാണെന്ന് പറയാം. ഓക്കെ, ദെൻ അപ്പോൾ ഫിക്ഷനാണ് നമ്മൾ പ്രോസിൻ്റെ പെട്ടതാണ് ഫിക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെയാണ് ഫിക്ഷനുകൾ എന്ന് നമുക്ക് പറയാം. ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫിക്ഷൻ ആർ. അപ്പോൾ നമ്മൾ ഫിക്ഷനിൻ്റെ വ്യത്യസ്ത വിഭാഗങ്ങളാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ഇനി നമ്മൾ ഈ പറയാൻ പോകുന്ന പിന്നെ സബ് കാറ്റഗറികളൊക്കെ ഫിക്ഷൻ്റെ കാറ്റഗറികളാണ്. ഫിക്ഷനിൽ പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പ്ലഷറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇമാജിനേഷൻ ഉൾപ്പെട്ടിട്ടുള്ള ഫാക്റ്റുകളല്ല, ഹിസ്റ്ററി പോലെയുള്ള കാര്യങ്ങളല്ല, അല്ലെങ്കിൽ സയൻറ്റിഫിക് ട്രൂത്തുകളല്ല. നമ്മൾ പിന്നെ ഒരു പ്ലഷറിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഗ്രന്ഥങ്ങളാണ് ഇനി നമ്മൾ കാറ്റഗറികളാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ഫെയറി ടെയിലാണ്. നിങ്ങൾ ഫെയറി ടെയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം സിമ്പിളായിട്ട്, മലയാളം പറയുമ്പോൾ നമുക്കതിന് ഒരു യക്ഷിക്കഥ, അല്ലെങ്കിൽ നമ്മൾ മാലാഖമാരുടെയൊക്കെ കഥയുണ്ടല്ലോ, ഫെയറി ലാൻഡ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫെയറി ടെയിൽ നമുക്ക് ഏറ്റവും അതിൽ നമുക്കറിയുന്ന കഥകളാണ് സിൻഡ്രല്ല പോലെയുള്ള കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ ആലീസ് ഇൻ വണ്ടർലാൻഡൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ഫെയറി ടെയിലിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വേൾഡ് ആയിരിക്കും. അതിൽ കുറേ പിന്നെ നമ്മൾ മാലാഖമാർ പോലുള്ള കുറേ ക്യാരക്ടേഴ്സൊക്കെ ഉള്ള നമ്മളൊരു ഇമേജിനറി വേൾഡിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന കഥാപാത്രങ്ങളൊക്കെ വിരിക്കുന്ന ഒരു കാറ്റഗറിയാണ് ഫെയറി ടെയിൽ എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പറയാം. നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ, യങ് ഗേൾ വാസ് മിസ്ട്രീറ്റഡ് ബൈ ഹെർ ക്രൂവൽ സ്റ്റെപ്പ് മദർ ആൻഡ് സബ് സിസ്റ്റേഴ്സ്. ഓക്കെ, പിന്നെ രണ്ടാനമ്മയും പിന്നെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സൊക്കെ പിന്നെ ക്രൂവലായി പെരുമാറിയിട്ടുള്ള ഒരു കുട്ടിയുടെ കഥ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അങ്ങനെ അവർ ഡാൻസ് അറ്റ് എ ബോൾ, ഒരു സംഗീത സദസ്സിൽ പോയിട്ട്, ഒരു നൃത്ത സദസ്സിൽ പോയിട്ട്, ബാൾ എന്ന് പറഞ്ഞാൽ ഡാൻസ് നടത്തും, ഡാൻസ് പ്രോഗ്രാമിൽ പോയിട്ട് ഡാൻസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ അവൾ പ്രത്യേകമായിട്ടുള്ള ഒരു പംകിൻ പോലെയുള്ള ഒരു വണ്ടിയിൽ കുട്ടി വരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യുന്നു, പിന്നെ അവിടുത്തെ പ്രിൻസിൻ്റെ മനസ്സ് കീഴടക്കുന്നു. അങ്ങനെ ഒരു കഥ നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആ കഥയാണ് സിൻഡ്രല്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എവിടെ നിന്നാണ് നിങ്ങൾ സിൻഡ്രല്ല എന്നുള്ള കഥ വായിച്ചിട്ടുള്ളത്? അപ്പോൾ നമുക്കറിയാം, നിങ്ങൾക്ക് ഫെയറി ടെയിൽ കളക്ഷൻ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ഓക്കെ, ദെൻ അപ്പോൾ യെസ്, ദിസ് ഈസ് എ ഫെയറി ടെയിൽ ആൻഡ് ഡു യു നോ വാട്ട് ഈ ഫെയറി ടെയിൽ എന്താണ് നിങ്ങൾക്ക് അറിയുമോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി പറയാം ഫെയറി ടെയിൽ എന്താണ്. ഫെയറി ടെയിൽ നമുക്ക് ഇവിടെ എക്സ്പ്ലനേഷൻ നൽകുന്നു. ഈ എക്സ്പ്ലനേഷൻസ് നമ്മൾ വായിക്കണം, കാരണം എക്സാമിന് ചോദിക്കുന്നതാണ്. ദെൻ അപ്പോൾ ഫെയറി ടെയിൽ ഈ സ്റ്റോറി ഓഫൺ മെൻ ടു ബി റെഡ് ബൈ ചിൽഡ്രൻ, കുട്ടികൾക്ക് വായിക്കാനുള്ളതാണ്, സീരിയസ് കഥാപാത്രങ്ങളല്ല. ദാറ്റ് പ്രസൻസ് അസ്റ്റോണിഷിങ്, അൺബിലീവബിൾ ആൻഡ് ഇമാജിനറി ക്യാരക്ടേഴ്സ് ലൈക്ക് ഫെയറീസ്, എൽവ്സ്, നോംസ്, മജീഷ്യൻസ്. ഓക്കെ, നമ്മൾ വേണമെങ്കിൽ നമുക്ക് പറയാം, നമ്മൾ ഡാഗനിയും കുട്ടൂസിനൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ അതുപോലെയൊക്കെയുള്ള ക്യാരക്ടേഴ്സൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ദെൻ അതിലെന്തൊക്കെ ഉണ്ടാവുക നോക്കൂ. ഫെയറി ടെയിൽ ഈസ് എ സ്റ്റോറി ഓഫൺ മെൻ ടു ബി റെഡ് ബൈ ചിൽഡ്രൻ, കുട്ടികൾക്ക് വായിക്കാനുള്ളതാണ്. ദാറ്റ് പ്രസൻസ് അസ്റ്റോണിഷിങ്, അൺബിലീവബിൾ, ഇമാജിനറി ക്യാരക്ടേഴ്സ്, വളരെ അസ്റ്റോണിഷിംഗ് ആയിട്ടുള്ള, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഇമേജിനറി ക്യാരക്ടേഴ്സാണ്. അതിൽ ഫെയറീസ് ഉണ്ടാകും, എൽവ്സ്, നോംസ് ആൻഡ് മജീഷ്യൻസ് ഒക്കെ ഉൾക്കൊള്ളുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദെൻ അപ്പോൾ ഈ കഥാപാത്രങ്ങളാണ് എൽവ്സ്, നോംസ് എന്നൊക്കെ പറയുന്നത്, ഡ്വാർഫ്സ്. ഓക്കെ, ഇതാണ് ഫെയറീസ് ഉള്ള കഥാപാത്രങ്ങൾ. ദെൻ നോംസ് ഈ ചെറിയ കുള്ളന്മാരായിട്ടുള്ള ആളുകൾ, എൽവ്സ് നമ്മളെ വേണമെങ്കിൽ നമുക്ക് മായാവിയൊക്കെ നമുക്കതിൽ ഉൾക്കൊള്ളിക്കാം, അതുപോലെയുള്ള ക്യാരക്ടേഴ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. ദെൻ ഓക്കെ, അപ്പോൾ ഇത്രയുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സൊക്കെ ഉൾക്കൊള്ളുന്ന സ്റ്റോറികൾക്കാണ് നമ്മൾ ഫെയറി ടെയിൽ എന്ന് പറയുന്നത്. ദെൻ എന്നീ ടെയിൽസിൽ കിങ്സ്, ക്യൂൻസ്, പ്രിൻസുകളും രാജകുമാരന്മാരും ഒക്കെ ഉണ്ടാവും. അങ്ങനത്തെ കഥകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ പഠിച്ചിട്ട് നമ്മൾ സിൻഡ്രല്ല നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ സ്നോ വൈറ്റ് ഉദാഹരണങ്ങളാണ് മനസ്സിലാക്കിയത്. സ്നോ വൈറ്റ് എന്നുള്ള കഥാപാത്രം കുട്ടികൾക്കിടയിലൊക്കെ വളരെ ഫേമസ് ആണ്. അതുപോലെ തമ്പലിന എന്ന് പറയുന്ന ക്യാരക്ടേഴ്സൊക്കെ, ഇതൊക്കെ ഒരു ഫെയറി ടെയിൽസിൻ്റെ എക്സാമ്പിൾസാണ്. ദെൻ നമുക്കറിയാം, ഇത് സിൻഡ്രല്ല, സ്നോ വൈറ്റ്, തമ്പലീന, ഇതൊക്കെ സ്പെഷ്യലായിട്ടുള്ള നല്ല രസകരമായ കഥകളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒഴിവുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ, എല്ലാവരും ഇതൊക്കെ വായിക്കാൻ ശ്രമിക്കണം. ദെൻ ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് മിത്തോളജിയാണ്.
മിത്തോളജി എന്ന് പറയുന്ന പുരാണ കഥകൾ എന്നർത്ഥം. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് കുരുക്ഷേത്ര യുദ്ധത്തെ പറ്റി പറയുന്നു. കൃഷ്ണനെ പറ്റിയും അർജുനെ പറ്റിയൊക്കെ നമുക്കറിയാം. എങ്ങനെയാണ് നമ്മളിതൊക്കെ എങ്ങനെയാണ് നമുക്കിത് മനസ്സിലാക്കിയത്? കൗരവരെ പറ്റിയും പാണ്ഡവരെ പറ്റിയൊക്കെ നമുക്കറിയാം. എങ്ങനെയാണ് നമ്മളിത് മനസ്സിലാക്കിയത്? നമുക്കറിയാം, നമ്മൾ ഇത് മനസ്സിലാക്കിയത് മഹാഭാരതത്തിൽ നിന്നാണ് അല്ലേ? ഓക്കെ, അതെല്ലാവർക്കും മോസ്റ്റ് ഇന്ത്യൻസിനും അറിയുന്ന കഥാപാത്രമാണ് അർജുനനും അതുപോലെ തന്നെ കൃഷ്ണനൊക്കെ. അപ്പോൾ എങ്ങനെയാണ് ഇത് നമുക്ക് മനസ്സിലാക്കിയത്? ദെൻ നമ്മൾ ഈ മഹാഭാരതത്തിൽ നിന്നാണ് ഈ ക്യാരക്ടേഴ്സിനെ പറ്റിയൊക്കെ നമുക്ക് മനസ്സിലാക്കിയത്. ദെൻ അപ്പോൾ ഈ മഹാഭാരതമുള്ള ഇന്ത്യൻ മിത്തോളജിയിൽ, ഇന്ത്യൻ പുരാണ കഥയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ വാട്ട് ഈസ് മിത്തോളജി? എന്താണ് ഈ മിത്തോളജി എന്ന് പറയുന്നത്? ഓക്കെ, നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് മിത്സ് ഓർ സ്റ്റോറീസ്. ഇതൊരു കളക്ഷനാണ്, മിത്ത് ആൻഡ് സ്റ്റോറീസ്. നമ്മളുള്ള മിത്തുകൾ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കഥകൾ എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ ആളുകളെ പറ്റി ഉണ്ടാക്കുന്ന കഥകൾ എന്നർത്ഥം. അബൌട്ട് സ്പെസിഫിക് പേഴ്സൺ, എസ്പെഷ്യലി ഗോഡ്സ് ആൻഡ് ഗോഡസസ്. ഗോഡ്സിനെ പറ്റിയും ഗോഡസിനൊക്കെ പറ്റിയിട്ടുള്ള നമ്മൾ എഴുതിയിട്ടുള്ള മിത്തുകളാണ് ഈ ഈ ഈ മിത്തോളജി എന്ന് പറയുന്നത്. ദെൻ അപ്പോൾ അത് ചിലപ്പോൾ ഒരു കൾച്ചറുമായി ബന്ധപ്പെട്ടോ റിലീജിയനെ പറ്റിയോ അല്ലെങ്കിൽ കുറേ ആളുകൾ ഷെയർഡ് ബിലീഫ്സിനെ പറ്റിയോ റിച്വൽസിനെ പറ്റിയൊക്കെ അവരുടെ ആരാധനകൾ, അവരുടെ പൊതുവായിട്ട് അവർ വിശ്വസിക്കുന്ന കാര്യങ്ങൾ, അതിനെപ്പറ്റിയൊക്കെയുള്ള നമ്മൾ വിശ്വസിച്ച് വരുന്ന കഥകൾക്കാണ്, മിത്സിനാണ് നമ്മൾ മിത്തോളജി എന്ന് പറയുന്നതൊക്കെ. ദെൻ അപ്പോൾ ഈ മിത്തോളജി പല ആളുകളെയും പല കവിതകളൊക്കെ പല കഥകൾ എഴുതാനൊക്കെ നമുക്ക് സഹായിച്ചിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഹാബി ഗെറ്റ് എ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ഫോർ മെനി നോവലിസ്റ്റ്, പോയറ്റ്സ് ആൻഡ് ഡ്രമാറ്റിസ്റ്റ്. ഈ പല ഡ്രമാറ്റിസ്റ്റുകളും പോയറ്റ്സുകളും ഒക്കെ നോവലിസ്റ്റുകളൊക്കെ ഈ മിത്തുകൾ ബേസ് ചെയ്തിട്ട് ധാരാളം കഥകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ദെൻ അപ്പോൾ ദ സ്റ്റോറീസ് ഓഫ് ദ 12 ലാബേഴ്സ് ഓഫ് ഹെർക്കുലീസിൻ്റെ 12 ധീരപ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ട കഥകളാണ്. ഹെർക്കുലീസ് കുറേ മൃഗങ്ങളെ കൊല്ലുന്ന 12 കഥകളാണ്, ടാസ്കുകളാണ്. ഓക്കെ, അപ്പോൾ ഹെർക്കുലീസൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ടാവും, ഗ്രീക്ക് മിത്തോളജിയിലുള്ളതാണ്. അതുപോലത്തെ പ്രോംതിയസ്. ഓക്കെ, ഇവിടെയൊക്കെ ഗ്രീക്ക് മിത്തോളജിയിലുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഗ്രീക്കുകാരുടെ നമ്മൾ ഇന്ത്യയിലുള്ള വിശ്വാസപ്രകാരമുള്ള ക്യാരക്ടേഴ്സാണ് ഈ മഹാഭാരതത്തിലെ അർജുനനും കൃഷ്ണനൊക്കെ. അതുപോലെ തന്നെ ഈ ഗ്രീക്കുകാരുടെ ക്യാരക്ടേഴ്സാണ് ഹെർക്കുലീസും പ്രോംതിയസും ഒക്കെ. ദെൻ അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് കുറേ ആളുകൾ പല മൂവീസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നാടകങ്ങളും കവിതകളൊക്കെ ഇത് ബേസ് ചെയ്തിട്ട് കുറേ ആളുകൾ എഴുതിയിട്ടുണ്ട്, മിത്തോളജി ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഇവരൊക്കെ കഥാപാത്രങ്ങളാക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ MTയുടെ 2ാം മൂഴൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. ദെൻ ഓക്കെ, ഇനി വാട്ട് ഈസ് ലെജൻഡ്? ലെജൻഡ് പറഞ്ഞാൽ ഐതിഹാസിക കഥ എന്നർത്ഥം. അപ്പോൾ അത് ഒരു ഹീറോയെ ബേസ് ചെയ്തിട്ട് നമ്മൾ എഴുതുന്ന കഥകളാണ് എന്താണ് ലെജൻഡ്, ഐതിഹാസിക കഥ എന്നൊക്കെ പറയുന്നത്. നമുക്ക് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് പറയാം. നിങ്ങൾ റോബിൻ ഹുഡ് എന്ന് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കായംകുളം കൊച്ചുണ്ണി അല്ലെങ്കിൽ കടമറ്റത്ത് കത്തനാർ എന്നുള്ള ഒരു ആളുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെയുള്ള നമ്മളൊരു ആളുകൾക്ക് ഇമ്പോർട്ടൻസ് നൽകിയിട്ടുള്ള ഒരു ഹീറോ ആയിട്ട് ഉള്ള ആളുകൾ കഥകൾക്കാണ് നമ്മൾ പറയുന്നത് ലെജൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റോബിൻ ഹുഡിൻ്റെ കഥ നമുക്കറിയാം. റോബിൻ ഹുഡ് എന്താണ്, ഈ റോബ് ദ റിച്ച്, പണക്കാരെ കൊള്ളയടിച്ചിട്ട് അത് പാവങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഈ റോബിൻ ഹുഡ് എന്ന് പറയുന്നത്. ദെൻ ഓക്കെ, അപ്പോൾ ഈ റോബിൻ ഹുഡ് എന്നുള്ള കഥ ഹൊവാർഡ് പെയിൽ എന്ന ആളാണ് എഴുതിയെങ്കിലും പക്ഷേ ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ എ പോപ്പുലർ സ്റ്റോറി ഓഫ് പേഴ്സൺ വൺസ് ലിവ്ഡ് ഇൻ ഇംഗ്ലണ്ട്. അത് ഇംഗ്ലണ്ടിൽ ജീവിച്ച ഒരാളെ ബേസ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള കഥകളാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഒരാളെ ബേസ് ചെയ്തിട്ടുള്ള ഇങ്ങനെ ഫിക്ഷണൽ സ്റ്റോറീസ്, അയാളുടെ ഐതിഹാസിക കഥകളും അയാൾ ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്ന കഥകൾക്കാണ് നമ്മൾ ലെജൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിക്ഷൻ ക്യാരക്ടേഴ്സ് ഹാവ് ബീൻ ക്രിയേറ്റഡ് ബൈ മെനി റൈറ്റേഴ്സ്. ഇറ്റ് ഈസ് സ്റ്റോറി അബൌട്ട് ദ ഹീറോയിക് ഡീഡ്സ്. അദ്ദേഹത്തിൻ്റെ ഹീറോയിക് പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഹീറോയിക് ആക്ടിവിറ്റീസ് ഉൾക്കൊള്ളുന്ന ഈ കാര്യങ്ങളാണ് ഈ ലെജൻഡ് കഥകളിൽ ഉണ്ടാവുക. ഓഫ് ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സ് ഹു ലിവ്ഡ് അറ്റ് എ പർട്ടിക്കുലർ ടൈം, ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള ഇയാളുടെ ആക്ടിവിറ്റീസ്, ഹീറോയിക് ആക്ടിവിറ്റീസൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കഥകളാണ് ലെജൻഡ് എന്ന് പറയുന്നത്. ദെൻ അപ്പോൾ നമ്മളിതിന് ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞ റോബിൻ ഹുഡ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ കിങ് ആർതർ ആൻഡ് ഹിസ് നൈറ്റ്സ് ഓഫ് ദ റൗണ്ട് ടേബിൾ എന്നുള്ള ഇതുകൂടി നമ്മൾ മനസ്സിലാക്കുക. കിങ് ആർതറിനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള അദ്ദേഹത്തിൻ്റെ പരിചാരകരും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു കഥയാണ്. അതിനാണ് എന്ത് പറയുന്നത്. ദെൻ
അതാണ് കിങ് ആർതർ ആൻഡ് ഹിസ് നൈറ്റ്സ് ഓഫ് ദ റൗണ്ട് ടേബിൾ. അത് നല്ലൊരു ഉദാഹരണങ്ങളാണ്. അതുകൂടി ഈ ഉദാഹരണം കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ മിത്തോളജി പറഞ്ഞു, ലെജൻഡ് പറഞ്ഞു, അതുപോലെ തന്നെ ഫെയറി ടെയിലും പറഞ്ഞു. ഇനി നമുക്ക് ഏറ്റവും അറിയുന്ന കാര്യമാണ് നോവൽ എന്നുള്ളത്. ഓക്കെ, നോവൽ നമുക്കറിയാം. ഇത് നമ്മൾ ഈ ഒലിവർ ട്വിസ്റ്റ് എന്നുള്ള ചാൾസ് ഡിക്കൻസിൻ്റെ ഒലിവർ ട്വിസ്റ്റ് എന്നതിൻ്റെ ഒരു ഭാഗമാണ്. ഇതിലെ ക്യാരക്ടേഴ്സുള്ള ഒലിവർ പിന്നെ ഒരു ഓർഫനേജിലാണ് താമസിക്കുന്നത്, ആരുമില്ല. അപ്പോൾ അന്നൊക്കെ ഓർഫനേജ് വളരെ ക്രൂവലായിട്ടുള്ള സിസ്റ്റമാണ് അവർ ഫോളോ ചെയ്തിരുന്നത്. കുട്ടികൾക്ക് കൃത്യമായിട്ട് ഭക്ഷണമേ കൊടുക്കുള്ളൂ, അത് തന്നെ കൃത്യമായിട്ട് കൊടുക്കില്ല. അവരൊക്കെ മോശമായ രീതിയിലാണ് പെരുമാറുന്നത്. അപ്പോൾ കുട്ടി ആരും രണ്ടാമത് ഭക്ഷണം ചോദിക്കാറില്ല. അപ്പോൾ കുട്ടി രണ്ടാമത് പ്ലീസ് സർ ഐ വാണ്ട് സം മോർ, കുറച്ചുകൂടി തരുമോ എന്ന് ചോദിക്കുന്ന ഒരു ആണ്. അത് കാരണമായിട്ട് അവനോട് പുറത്താക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം, പ്ലീസ് സർ ഐ വാണ്ട് സം മോർ, ഹാവ് യു ഹേർഡ് ദിസ് സംവർ, ഇതെവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓക്കെ, ഇതാര് പറഞ്ഞാണ്? ഒലിവേഴ്സ് പ്ലീ ഫോർ സം സൂപ്പ്, കുറച്ച് സൂപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒലിവർ ചാൾസ് ഡിക്കൻസിൻ്റെ ഒലിവർ ട്വിസ്റ്റിലെ കഥാപാത്രമായ ഒലിവർ ചോദിക്കുന്നതാണ് കുറച്ചുകൂടി സൂപ്പ് തരുമെന്നുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് ആരുടെ കഥയാണ്? ഒരു യങ് ഓർഫനായിട്ടുള്ള നമ്മൾ ഓർഫനേജ് പറഞ്ഞ വർക്ക് ഹൗസ് എന്ന് പറയാം. ഈ വർക്ക് ഹൗസിലുള്ള കുട്ടികളൊക്കെ താമസിപ്പിക്കുന്ന സ്ഥലമാണ് വർക്ക് ഹൗസ് എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ വർക്ക് ഹൗസിലെ കുട്ടികളുടെ കണ്ടീഷനൊക്കെ റിയലിസ്റ്റിക്കലി പോർട്രേ ചെയ്യുന്ന, വരച്ച് കാണിക്കുന്ന ഒരു പിന്നെ നോവലാണ് ഒലിവർ ട്വിസ്റ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പിന്നെ സഫർ ചെയ്യുന്ന അടിച്ചമർത്തപ്പെട്ട കുട്ടികളെ, വിക്ടോറിയൻ സൊസൈറ്റിയിലുള്ള കുട്ടികളെ വരച്ച് കാട്ടുന്ന ഒരു നോവലാണ് ഏത്? ഒലിവർ ട്വിസ്റ്റ് എന്ന് പറഞ്ഞ ചാൾസ് ഡിക്കൻസിൻ്റെ നോവൽ. അപ്പോൾ ഈ നോവലിലെ ഈ കുട്ടി ചോദിക്കുന്ന രംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഭാഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ ഈ നോവലിൽ അവസാനം അവന് എന്ത് ചെയ്യുന്നു? നല്ല കം റിച്ച് ബൈ ഇൻഹെറിറ്റിംഗ് എ ഫോർച്യൂൺ, നല്ല ഒരു സമ്പത്ത് കിട്ടിയിട്ട്, നല്ലൊരു വിഹിതം കിട്ടിയിട്ട് അവൻ ലാസ്റ്റ് എന്താവുന്നുണ്ട്? ഫസ്റ്റൊക്കെ കുട്ടി എന്തായിരുന്നു, ഈ ഓർഫനേജിലൊക്കെ ജീവിച്ചെങ്കിൽ പോലും പിന്നീട് റിച്ച് ആകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു നോവലിൻ്റെ ഒരു ഉദാഹരണം, നമുക്ക് ചാൾസ് ഡിക്കൻസിൻ്റെ ഒരു നോവലിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഇവിടെ. ഇനി നോക്കുക, എന്താണ് നോവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നോവൽ ഈസ് എ ലോങ് നറേറ്റീവ് എന്ന് പറഞ്ഞാൽ കഥ എന്നർത്ഥം, ഒരു വലിയൊരു വിശദീകരണമാണ്. വിച്ച് പ്രസൻസ് എ സ്റ്റോറി ഓഫ് ഇമാജിനറി ക്യാരക്ടേഴ്സ്, ഇൻസിഡൻസ് ആൻഡ് സെറ്റിംഗ്. അതിൻ്റെ സെറ്റിങ്ങും ഇൻസിഡൻസും അതിലെ സംഭവങ്ങളും ക്യാരക്ടേഴ്സും ഒക്കെ കംപ്ലീറ്റ്ലി ഇമാജിനറി ആയിരിക്കും. ഇറ്റ് പ്രസൻസ് എ കണക്റ്റഡ് സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ്. അതിന് മാത്രമല്ല, അതിൽ കണക്റ്റഡ് സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ്, ഓരോ കാര്യങ്ങൾ ആദ്യം നടന്നു പിന്നെ ഇത് നടന്നു എന്ന് പറഞ്ഞിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഓരോ സംഭവങ്ങളുടെ ഒരു സീക്വൻസ് തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, എന്താണ് ഈ വേർഡ് നോവൽ എന്നുള്ള വേർഡ് നമ്മൾ മനസ്സിലാക്കണം. എക്സാമിന് ഇപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് ഇറ്റാലിയൻ വേർഡ്, നോവല്ല എന്നുള്ള ഇറ്റാലിയൻ വേർഡിൽ നിന്നാണ് ഏത് ഫോം ചെയ്തിട്ടുള്ളത്? ഈ നോവല എന്നുള്ള വേർഡ്. അതിൻ്റെ അർത്ഥം, ഈ നോവല എന്നതിൻ്റെ അർത്ഥം എന്താണ്? ന്യൂ എന്നുള്ളതാണ്. അപ്പോൾ പുതിയ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് ആണ് നോവൽ എന്ന് പറയുന്നത്. എന്താണ് മെയിൻ എലമെൻറ്റ്സ് ഓഫ് ഇൻ എ നോവൽ ആർ പ്ലോട്ട്, ക്യാരക്ടേഴ്സ്, കോൺഫ്ലിക്റ്റ്, സെറ്റിംഗ് ആൻഡ് തീം. ഇതിൽ മെയിനായിട്ടുള്ളത് പ്ലോട്ട് ഉണ്ടാകും, ക്യാരക്ടർ, കോൺഫ്ലിക്റ്റ്, സെറ്റിംഗ്, തീം. ഓക്കെ, ഈ കാര്യങ്ങളാണ് മെയിനായിട്ട് അതിൽ ഉണ്ടാകുന്നത്. ഓക്കെ, നമുക്ക് പിന്നീട് വിശദമായിട്ട് പറയാം. പ്ലോട്ട്, ക്യാരക്ടർ, കോൺഫ്ലിക്റ്റ്, സെറ്റിംഗ് ആൻഡ് തീം, ഇതൊക്കെയാണ് മെയിനായിട്ട് ഒരു നോവലിൽ ഉണ്ടാകുന്നത്. ഇനി ഈ നോവലിൽ തന്നെ മേജർ ടൈപ്സ് ഓഫ് നോവൽസ് ആർ. ഓക്കെ, പല തരത്തിലുള്ള നോവലുകളുണ്ട്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി. പ്രോസ് റൊമാൻസ്, റിയലിസ്റ്റിക് ഫിക്ഷൻ, ഗോതിക് നോവൽ, നമ്മൾ പ്രേതകഥ എന്നൊക്കെ പറയും, പിക്കാറസ്ക്യൂ നോവൽ, എപ്പിസ്റ്റലറി നോവൽ, നമ്മൾ കത്ത് രൂപത്തിൽ എഴുതുന്നതാണ്, ഡൊമസ്റ്റിക് നോവൽ, റീജിയണൽ നോവൽ, ഹിസ്റ്റോറിക്കൽ നോവൽ, സൈക്കോളജിക്കൽ നോവൽ തുടങ്ങിയ നോവലുകളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്, ഏതായിരുന്നു ഇംഗ്ലീഷിലെ ഏറ്റവും ഫസ്റ്റ് നോവൽ ഏതാണ് അറിയുമ്പോൾ, പബ്ലിഷ് ചെയ്ത നോവൽ ഫസ്റ്റ് ഏതാണ് എന്ന് അറിയാമോ എന്നാണ്. അത് റോബിൻസൺ ക്രൂസോ എന്നുള്ള നോവലാണ് ഫസ്റ്റ് പബ്ലിഷ് ചെയ്ത നോവൽ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ നോവൽ പഠിച്ചു. എന്താണ് നോവല്ല? അപ്പോൾ നമ്മൾ ചെറു നോവൽ എന്ന് മനസ്സിലാക്കിയാൽ മതി നോവലിനെ പറ്റി. നോവലിനേക്കാളും കുറച്ച് ചെറുതായിരിക്കും എന്നാണ്. ഇറ്റ് ഈസ് എ നറേറ്റീവ് ഓൾമോസ്റ്റ് സിമിലിയർ ടു ദാറ്റ് ഓഫ് നോവൽ. നോവലിനെ പോലെ തന്നെയാണ് ചെറു നോവൽ എന്ന് പറയാം. ഓക്കെ, അതിൻ്റെ ഇൻ ടേംസ് ഓഫ് ലെങ്ത്ത്, പക്ഷേ അതിൻ്റെ നീളം കുറച്ച് കുറവായിരിക്കും, വ്യത്യാസമായിരിക്കും നോവലും നോവലിലെയും.
നോവൽ ഈസ് ലോങ്ങർ ദാൻ എ ഷോർട്ട് സ്റ്റോറി. നമ്മളെന്താണ്, ഒരു ഷോർട്ട് സ്റ്റോറിയേക്കാൾ കുറച്ച്, ചെറുകഥയേക്കാൾ കുറച്ച് വലുപ്പമായിരിക്കും, നോവലിൻ്റെ അടുക്ക് എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ നോവലിൻ്റെയും ഷോർട്ട് സ്റ്റോറിൻ്റെയും ഇടയിൽ ഉള്ള കഥ, പിന്നെ ഒരു ഒരു കാറ്റഗറിയാണ് എന്ത്, നോവൽ എന്നുള്ളത്. അപ്പോൾ നോവലിൻ്റെ അത്ര വലുപ്പം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക. ദെൻ ഓക്കെ, ബട്ട് ഷോർട്ടർ ദാൻ നോവലേക്കാൾ കുറച്ച് വലുപ്പമായിരിക്കും. ഷോർട്ട് സ്റ്റോറിയേക്കാൾ എന്താണ്, നോവലിനേക്കാൾ ഷോർട്ടായിരിക്കും. അതുപോലെ തന്നെ ഷോർട്ട് സ്റ്റോറിയേക്കാൾ എന്തായാലും കുറച്ച് വലുപ്പമായിരിക്കും. അപ്പോൾ ഷോർട്ട് സ്റ്റോറിൻ്റെയും നോവലിൻ്റെ ഇടയിലാണ് നോവലയുടെ വലിപ്പം വരുന്നതെന്ന് മനസ്സിലാക്കുക. ഒരു DH ലോറൻസിൻ്റെ ദ മാൻ ഹൂ ഡൈഡ് എന്നുള്ള ഒരു നോവൽ ഒരു ഉദാഹരണമാണ്, ഈ നോവലിലേക്ക് ഉദാഹരണമാണ്, ഗുഡ് എക്സാമ്പിൾ ഓഫ് നോവല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ അപ്പോൾ ഇതാണ് നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ. നമ്മൾ ഫെയറി ടെയിൽ പഠിച്ചു, അതുപോലെ തന്നെ മിത്തോളജി പഠിച്ചു, പിന്നെ നമ്മൾ ലെജൻസ് പഠിച്ചു, ദെൻ ഐതിഹാസിക കഥകൾ, പിന്നെ നമ്മൾ പഠിച്ച കഥകളാണ്, പിന്നെ നമ്മൾ എന്താണ്, നോവലിനെ പഠിച്ചു, പിന്നെ നമ്മൾ നോവലും പഠിച്ചു. ഓക്കെ, ഇനി ബാക്കിയുള്ള കാറ്റഗറികൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.